നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഹമാസിനെതിരെ ഇസ്രയേലിലെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ്. അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നാണ് ഹമാസ് അറിയിക്കുന്നത്. വെടിനിർത്തൽ ലംഘിച്ച ഫലസ്തീനികൾക്ക് നേരെ വീണ്ടും ഇസ്രയേൽ സേനയുടെ ആക്രമണവും ഉണ്ടായി. ആയുധം അടിയറ വയ്ക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ എന്തു വേണമെന്ന് താൻ ആലോചിക്കുമെന്നും CNN ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. കരാർ പ്രകാരം ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെയിരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനും വീണ്ടെടുക്കുവാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട്. ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 9 ആയി. കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദിയുടേതല്ലെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ കൈമാറിയ 45 ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് ഗാസയിലെ ഫോറൻസിക് അധികൃതർ അറിയിച്ചു. മൃതദേഹങ്ങളിൽ ചിലത് കണ്ണടച്ച് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നുവെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. പലരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് സൂചന. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി. ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിനും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ്. ഭക്ഷണം, ഇന്ധനം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി 300 ട്രക്കുകൾക്ക് മാത്രമായി ഗാസയിലേക്ക് അനുമതി ലഭിച്ചു. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. ഗാസയിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും ഉടൻ എത്തിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ വിട്ടുകൊടുത്ത 90 ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിലാണ് ക്രൂര മർദ്ദനത്തിന്റെ പാടുകളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പീഡനത്തിന്റെ തെളിവുകൾ, വധശിക്ഷ, വെടിയേറ്റ പാടുകൾ തുടങ്ങിയവ ഈ മൃതദേഹങ്ങളിൽ കാണാമെന്നാണ് റെഡ് ക്രോസിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. മൃതദേഹങ്ങളൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. മൃതദേഹങ്ങളിൽ പലതും കണ്ണുകെട്ടി ഉണ്ടായിരുന്നതാണ്. കണ്ണുകൾക്കിടയിൽ വെടിയേറ്റതിന്റെ പാടുകളുണ്ട്. മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരായവരാണ്. ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപ് അവർക്ക് മർദ്ദനമേറ്റുവെന്നാണ്. കൊല്ലപ്പെട്ടതിന് ശേഷവും അവരോട് ക്രൂരത കാട്ടിയതിന്റെ തെളിവുകൾ മൃതദേഹത്തിലുണ്ട് എന്നാണ് ഡോക്ടർ അഹമ്മദ് അൽ ഫത്ത പറഞ്ഞത്. തിരിച്ചറിയൽ രേഖകളില്ലാതെയാണ് ഇസ്രായേൽ സേന മൃതദേഹം വിട്ടുകൊടുത്തതെന്നും ആക്രമണങ്ങളിൽ നശിച്ച ഗാസയിലെ ആശുപത്രിയിൽ DNA വിശകലനം നടത്താനുള്ള സംവിധാനമില്ലെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഗാസയിലെ തകർന്ന സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതൊരു ഭയാനകമായ പ്രക്രിയയാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമല്ലെന്നുമാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ചില സ്ഥലങ്ങളിൽ ആളുകൾ കുഴിക്കുകയും ഒരുപാട് മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മൃതദേഹങ്ങൾ അവർ വേർതിരിക്കും. നിങ്ങളിത് വിശ്വസിച്ചെന്ന് വരില്ല. ഒരുപാട് നാളായ മൃതദേഹങ്ങളുണ്ട്. ചില മൃതദേഹങ്ങൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലാണെന്നാണ് ട്രംപ് പറയുന്നത്. ചില മൃതദേഹങ്ങൾ 3 അടി നീളമുള്ള തുരങ്കങ്ങളിലാണെന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ഇസ്രയേലിലെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിൽ കടന്നുകയറി ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ 2 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. സ്ഥലത്തെ ഒരു വീട് ഉപരോധിക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഇസ്രയേൽ സേന വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിന്മാറിയെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ നിലയ്ക്കുകയും ബന്ദികളെ പരസ്പരം കൈമാറുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ ഗാസയിൽ നിന്നുള്ള ഒരു സായുധ സംഘം ഹമാസുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ 8 ഹമാസ് അംഗങ്ങൾ ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഗസ നഗരത്തിലെ സാംബ്ര പരിസരത്ത് വെച്ച് നടന്ന ഹമാസും സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഫലസ്തീൻ മാധ്യമ പ്രവർത്തകൻ സാലിഹ് അൽ ജഫറാവി കൊല്ലപ്പെട്ടിരുന്നത്. ഗാസ സിറ്റിയിൽ ഹമാസിനെതിരെ ഏറ്റുമുട്ടൽ നടത്തിയ സായുധ സംഘം ഡുമുഷ് വംശമാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളും മറ്റ് സ്രോതസ്സുകളും വെളിപ്പെടുത്തുന്നത്. 2025 ഒക്ടോബർ 10-11 തീയതികളിൽ തെക്കൻ ഗാസ നഗരങ്ങളിൽ ഡുമുഷിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ടെൽ അൽ ഹവയിൽ ഹമാസ് സുരക്ഷാ സേന ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഹമാസിന്റെ വിവരങ്ങൾ അനുസരിച്ച് ഡുമുഷ് അംഗങ്ങൾ ഹമാസ് പട്രോളിംഗ് നടത്തിയ സ്ഥലത്ത് പതിയിരുന്ന് ആക്രമണം നടത്തുകയും മുതിർന്ന ഹമാസ് ഇന്റലിജൻസ് കമാൻഡറുടെ മകൻ ഉൾപ്പെടെ 2 പേരെ വധിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇസുദിൽ അൽ ഖസം ബ്രിഗേഡുകളുടെ പിന്തുണയോടെ
ദുമുഷിന്റെ നിയന്ത്രണത്തിലുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ ആക്രമണം നടത്താൻ ഹമാസ് 300-ലധികം സായുധ പ്രവർത്തകരെ വിന്യസിച്ചു. തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് ഇരുഭാഗത്തുനിന്നും ആളുകൾ കൊല്ലപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഗാസയിൽ സ്ഥിരതാമസമാക്കിയ തുർക്കി വംശജരാണ് ദുമുഷ് കുടുംബം. ഫത്താഹ്, ഹമാസ്, പോപ്പുലർ റെസിഡൻസ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള വിവിധ ഫലസ്തീൻ ദേശീയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരാണ് ദുമുഷ് കുടുംബം. ദുമുഷ് കുടുംബത്തിന്റെ ഹമാസുമായി ഏറ്റുമുട്ടലിൽ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ദുമുഷുകൾ ഫത്താഹ് മുൻ നേതാവ് മുഹമ്മദ് ദഹ്ലാനുമായി ബന്ധം സ്ഥാപിച്ചാണ് ഹമാസിന്റെ എതിർപ്പിന് കാരണമായത്. മാത്രമല്ല 2006-ൽ ഹമാസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഗാസിലെ ഹമാസ് ഫത്താഹ് സംഘർഷത്തിൽ ദുമുഷുകൾ ഫത്താഹിന്റെ കൂടെ നിന്നു. ഇസ്രയേലി സൈനികൻ ഗിലാഡ് ഷാലിറ്റ്, ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ആലൻ ജോൺസ്റ്റൺ എന്നിവരെ തട്ടിക്കൊണ്ടുപോയവരുൾപ്പെടെ ഉള്ള സംഭവങ്ങൾ ഈ ദുമുഷുകൾക്ക് പങ്കുണ്ട്. 2000-ലെ രണ്ടാം ഇന്തിഫാദ കാലത്ത് ദുമുഷുകൾ വിവിധ പലസ്തീൻ ഗ്രൂപ്പുകളിൽ ചേർന്ന് പ്രവർത്തിച്ചു. കൂടാതെ നേതാക്കൾക്ക് ഇസ്രയേലുമായി ബന്ധമുള്ളതായി ആരോപിക്കുന്നുണ്ടെങ്കിലും നേതാക്കൾ അവ നിഷേധിക്കുന്നു. ഇസ്രയേൽ അധികാരികളുമായി ബന്ധം പുലർത്തിയതായി ആരോപിക്കപ്പെടുന്ന മുതിർന്ന നേതാവായ സാലിഹ് ദുമുഷിന്റെ വധശിക്ഷയ്ക്ക് ശേഷമാണ് സംഘർഷം രൂക്ഷമായത്. ആഭ്യന്തര സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഗാസയിലെ ഗ്രൂപ്പുകൾ ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ചരിത്രം ഇസ്രയേലിനുണ്ട്. 1993-ലെ ഓസ്ലോ കരാറിന് ശേഷം PLOയും ഉയർന്നുവരുന്ന ഹമാസിന്റെ സ്വാധീനത്തെയും ചെറുക്കുന്നതിനായി ഇസ്രയേൽ ഗാസയിലെ ചില ഗ്രൂപ്പുകൾക്ക് ഫണ്ട് നൽകിയതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതിനിടെ വെടിനിർത്തൽ കരാറിന് ശേഷവും ഇസ്രയേൽ ഫലസ്തീനികളെ കൊല്ലുന്നത് തുടരുന്നതിനെ അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള UN പ്രത്യേക റിപ്പോർട്ട് ഫ്രാൻസിസ്ക അൽബനീസ് അപലപിച്ചു. ഇസ്രയേലി അഭിപ്രായത്തിൽ വെടിനിർത്തൽ എന്നാൽ നിങ്ങൾ നിർത്തു, ഞങ്ങൾ വെടിവെക്കാം എന്നാണ്. അതിനെ സമാധാനമെന്ന് വിളിക്കുന്നത് അപമാനവും ശ്രദ്ധ തിരിക്കുന്നതുമാണ്. ജബാലിയയിലെ ഹലാവ പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ നിരവധി ഫലസ്തീനുകൾക്ക് പരിക്കേറ്റതായും ഗാസ എമർജൻസി സർവീസിൽ നിന്നുള്ള വൃത്തത്തെ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം വെടിനിർത്തലിന് ശേഷം ഗാസ വീണ്ടെടുക്കലിന് തലമുറകൾ വേണ്ടിവരുമെന്നാണ് UN വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ ബന്ദി കൈമാറ്റമൊക്കെ പൂർത്തീകരിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ 5 ഫലസ്തീനുകളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രയേലി സൈനികരെ സമീപിച്ച ഫലസ്തീനുകളെയാണ് സൈന്യം വധിച്ചതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാൻ യൂനിസിൽ നടന്ന വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിലെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിലും ഗാസ വെടിനിർത്തൽ കരാർ മധ്യപൂർവ്വ ദേശത്ത് ശാശ്വത സമാധാനം കൊണ്ടുവരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്.